ഒരു മതം സത്യമാണെങ്കിൽ മറ്റെല്ലാ മതങ്ങളും സത്യമായേ പറ്റൂ. ഒരു പാവപ്പെട്ട അരയ കുടുംബത്തിൽ 1953 ജനിച്ച് പ്രാഥമിക വിദ്യാഭ്യാസം മാത്രം നേടിയ സുധാമണി എന്ന പെൺകുട്ടി ജാതിക്കും മതത്തിനും രാഷ്ട്രത്തിനും ഭാഷയ്ക്കും സംസ്കാരത്തിനും അതീതമാണെന്ന് തെളിയിക്കുവാനും കഴിഞ്ഞതുകൊണ്ടാണ് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയ കേരളത്തിന്റെ അഭിമാനമായ മോഹൻലാലും വിവിധ മതങ്ങളിൽ വിശ്വസിക്കുന്ന ആത്മീയ ആചാര്യന്മാരും സുഖവും ദുഃഖവും തന്റെ ഗുരുക്കന്മാരാണെന്നും നന്മയിൽ നിന്നും തിന്മയിൽ നിന്നും തനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്നും ഈശാവാസ്യമിതം സർവം, എല്ലാറ്റിനും ഈശ്വര ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നു എന്ന ഉപനിഷത് വചനം മനസ്സിലേക്ക് ഏറ്റാനും അത് ലോകത്തിന് പകർന്നു നൽകുവാനും കഴിഞ്ഞതുകൊണ്ടാണ് കൊല്ലം ജില്ലയിൽ വള്ളിക്കാവ് എന്ന തീരദേശ ഗ്രാമത്തിൽ ഒരു പാവപ്പെട്ട അരയ കുടുംബത്തിൽ 1953 ജനിച്ച് പ്രാഥമിക വിദ്യാഭ്യാസം മാത്രം നേടിയ സുധാമണി എന്ന പെൺകുട്ടി ഇന്ന് ലോകം മുഴുവൻ അറിയുന്ന അമൃതാനന്ദമയി ദേവിയായി മാറിയതും അമ്മയുടെ 72ാമത്തെ പിറന്നാൾ ഇന്ന് വള്ളിക്കാവിലെ ആഘോഷിക്കുന്നത്. ലോകത്തിന്റെ ഒരു പരിച്ഛേദം തന്നെ വള്ളിക്കാവില് എത്തിയിട്ടുണ്ട്. അമ്മയുടെ വാക്കുകൾ കേട്ട് അവര് കാത്തു നിൽക്കുകയാണ്. ഹഗിങ് മദർ എന്നറിയപ്പെടുന്ന അമൃതാനന്ദമയിയുടെ ഒരു ആലിംഗനത്തിനായി നീണ്ട ക്യൂ ആണ് വള്ളിക്കാവില് ഉള്ളത്. അമൃതാനന്ദമയി പ്രാഥമിക വിദ്യാഭ്യാസം മാത്രം നേടിയ ഒരു പെൺകുട്ടിയായിരുന്നു. അവിടെ നിന്ന് സുധാമണിയിൽ നിന്ന് അമൃതാനന്ദമയിലേക്കുള്ള ദൂരം വളരെയേറെ കഷ്ടപ്പാടുകൾ സഹിച്ചാണ് താണ്ടിയതും ഇന്ന് ലോകമറിയുന്ന അമൃതാനന്ദമയി ദേവി ആയതും. ഒരു മതം സത്യമാണെങ്കിൽ മറ്റെല്ലാ മതങ്ങളും സത്യമായേ പറ്റൂ. അതുകൊണ്ട് ഹിന്ദുമതം എന്റേതുപോലെ നിങ്ങളുടേതുമാണ് എന്നാണ് വിവേകാനന്ദൻ ചിക്കാഗോയിൽ നടന്ന സർവമത സമ്മേളനത്തിൽ പ്രസംഗിച്ചത്. അതിനെ കാലാനുസൃതമായി വ്യാഖ്യാനിക്കാനും സനാതന ധർമ്മം ജാതിക്കും മതത്തിനും രാഷ്ട്രത്തിനും ഭാഷയ്ക്കും സംസ്കാരത്തിനും അതീതമാണെന്ന് തെളിയിക്കുവാനും കഴിഞ്ഞതുകൊണ്ടാണ് അമൃതാനന്ദമയി ദേവിയെ ഇന്ന് ലോകം അംഗീകരിക്കുന്ന അമ്മയായിട്ട് മാറിയത്. നമ്മളിന്ന് പള്ളിക്കാവിലേക്ക് പോയാൽ കലയും മതവും ശാസ്ത്രവും എല്ലാം ഒരേ സത്യത്തെ പ്രകാശിപ്പിക്കുന്ന ഭിന്ന മാർഗങ്ങളായിട്ടാണ് അമ്മ കാണുന്നത് എന്ന സത്യം തിരിച്ചറിയാൻ കഴിയും. ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയ കേരളത്തിന്റെ അഭിമാനമായ മോഹൻലാലും വിവിധ മതങ്ങളിൽ വിശ്വസിക്കുന്ന ആത്മീയ ആചാര്യന്മാരും ഇസ്രോ പോലെയുള്ള ഗവേഷണ സ്ഥാപനത്തിന്റെ ചെയർമാനായിരുന്ന ഡോക്ടർ സോമനാഥും അടക്കം ജീവിതത്തിന്റെ വിവിധ മേഖലകളിലെ തങ്ങളുടെ വ്യക്തിത്വം തെളിയിച്ച അനിതര സാധാരണമായ വ്യക്തിത്വമുള്ള ആളുകൾ ഇന്ന് വള്ളിക്കാവില് ഒത്തുകൂടുകയാണ് അമ്മയുടെ ജന്മദിനം ആഘോഷിക്കുന്നതിനായിട്ട്. അമ്മയുടെ ജീവിതം കൊണ്ട് തിരിച്ചറിഞ്ഞ ഒരു വസ്തുതയുണ്ട്. സുഖവും ദുഃഖവും തന്റെ ഗുരുക്കന്മാരാണെന്നും നന്മയിൽ നിന്നും തിന്മയിൽ നിന്നും തനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്നും അമൃതാനന്ദമയി ദേവി തിരിച്ചറിഞ്ഞത് സ്വന്തം ജീവിതാനുഭവങ്ങളിൽ നിന്ന് തന്നെയാണ്. അമ്മയെ അപമാനിക്കാൻ ശ്രമിച്ച ജോൺ ബ്രിട്ടാസ് എന്ന CPM നേതാവും അമ്മയെ ആദരിക്കാൻ ചെന്ന സജി ചെറിയാൻ എന്ന ഇടതുപക്ഷ മന്ത്രിയും അമൃതാനന്ദമയിയെ സംബന്ധിച്ചിടത്തോളം അമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ മക്കൾ മാത്രമാണ്. അമ്മയുടെ മക്കളായി എത്തുന്ന ആളുകളിൽ
അമ്മയുടെ അനുഗ്രഹം തേടി എത്തുന്ന ആളുകൾക്ക് അമ്മയുടെ അനുഗ്രഹം കിട്ടുന്നു. അതുപോലെ തന്നെ അമ്മയെ വിമർശിക്കുന്ന ആളുകളുമുണ്ട്. അമ്മയെ വിമർശിക്കുന്നവരെയും അമ്മയെ ഭക്തി നിർഭരമായി സമീപിക്കുന്നവരെയും എല്ലാം അമ്മ സ്വന്തം മക്കളെ കാണുന്നത് പോലെയാണ് കാണുന്നത്. മനോഹരമായ ഒരു പൂന്തോട്ടത്തിൽ ഒരു കടന്നൽ കൂടുണ്ടെന്ന് കരുതുക. പൂക്കളുടെ സൗരഭ്യവും ആസ്വദിക്കാൻ നമുക്ക് കഴിയില്ല. അതുപോലെ ഒരു വ്യക്തിക്ക് എത്ര ഗുണമുണ്ടെങ്കിലും അഹന്ത മുന്നിൽ നിന്നാൽ അയാളുടെ സാമീപ്യം ആസ്വദിക്കാൻ നമുക്ക് വിഷമമാണ്. അതുകൊണ്ടാണ് ചില ആളുകൾ അമൃതാനന്ദമയി ദേവിയെ വിമർശിക്കാനും ഒപ്പം അപമാനിക്കാനും ശ്രമിക്കുന്നത്. പക്ഷേ അവരൊരു ഭാഗത്ത് അപമാനിക്കാൻ ശ്രമിക്കുമ്പോൾ ഉന്നത വിദ്യാഭ്യാസം നേടിയ പാശ്ചാത്യ ലോകത്തെ മനുഷ്യർ, സ്ത്രീകളും പുരുഷന്മാരും ഹലിംഗ് മദറിനെ കാവൽ നിൽക്കുകയാണ്. നേരെ അവർ ക്യൂ നിൽക്കുകയാണ്. അമേരിക്കയിൽ നിന്നും, ഇംഗ്ലണ്ടിൽ നിന്നും, ഫിൻലാൻഡിൽ നിന്നും, ഡെൻമാർക്കിൽ നിന്നുമൊക്കെ ഇന്ത്യയിലെത്തി, കേരളത്തിലെത്തി ഈ തീരദേശ ഗ്രാമത്തിലെത്താൻ ഓരോ മനുഷ്യനും അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എത്ര വലുതാണ് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. ഇതെല്ലാം അനുഭവിച്ചാണ് ഈ ആളുകളൊക്കെ, ഈ ഭക്തന്മാരൊക്കെ അമ്മയെ കാണാനായിട്ട് വള്ളിക്കാവില് എത്തുന്നത്. അമ്മയുടെ മുന്നിൽ എത്തുന്ന ഓരോ മനുഷ്യരെയും തിരിച്ചറിയാൻ അമ്മയ്ക്ക് കഴിയുന്നുണ്ട്. നമ്മളെ കണ്ണുനീരും അതുപോലെ തന്നെ പുഞ്ചിരിയും ഹർഷവും താപവും ചിരിയും കരച്ചിലും ശാപവും അനുഗ്രഹവും സ്തുതിയും അതുപോലെ തന്നെ നിന്നയും എല്ലാം നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. ഇതെല്ലാം നമ്മുടെ ഉള്ളിലെ വികാരങ്ങളാണ്. ഈ വികാരങ്ങളാണ് വ്യത്യസ്തമായ ഭാവത്തിൽ, വ്യത്യസ്തമായ രൂപത്തിൽ, വ്യത്യസ്തമായ വികാരങ്ങളോടെ പുറത്തു വരുന്നത്. ഇതിനെല്ലാം അടിസ്ഥാനപരമായി നമ്മുടെ ഉള്ളിലൊരു നമ്മളുണ്ട്. നമ്മുടെ ഉള്ളിലെ നമ്മളെ തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞെങ്കിൽ മാത്രമേ നമ്മൾ ആരാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുള്ളൂ. അമ്മയുടെ ആലിംഗനം കൊണ്ട് അമ്മ നമ്മളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള നമ്മളെ തിരിച്ചറിയുവാൻ മാത്രമാണ്. അതുകൊണ്ടാണ് ലോകപ്രശസ്തരായ ആളുകൾ അമ്മയെ കാത്ത്, ഈ അമ്മയുടെ ഒരു ആലിംഗനം കാത്ത് വള്ളിക്കാവില് നിൽക്കുന്നത്. അമ്മ ചെല്ലുന്ന എല്ലാ സ്ഥലങ്ങളിലും അമ്മയെ ആത്മാർത്ഥമായി അവർ സ്വീകരിക്കുന്നതിൻ്റെയും കാരണം അവരുടെ ഉള്ളിലുള്ള അവരിലെ അവരെ തിരിച്ചറിയുവാൻ അമ്മ സഹായിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് മാത്രമാണ് അമ്മയ്ക്ക് ലോകം നൽകിയ അംഗീകാരത്തിന്റെ ഭാഗമാണ് ലോകപ്രശസ്തങ്ങളായ ഗവേഷണ സ്ഥാപനങ്ങൾ, ഇന്ത്യക്ക് അഭിമാനിക്കുവാൻ കഴിയുന്ന പ്രശസ്തമായ ആതുരാലയങ്ങൾ, സർവകലാശാലകൾ, അനാഥാലയങ്ങൾ, സ്കൂളുകൾ, എത്രയോ നിരവധി സ്ഥാപനങ്ങൾ അമ്മയുടെ നാമധേയത്തിൽ ഇന്ന് നമ്മുടെ രാജ്യത്തുണ്ട്, വിദേശ രാജ്യങ്ങളുമുണ്ട്. വിമർശനങ്ങളുടെ മുണ്ടുകളെയും സ്നേഹത്തിന്റെ റോസാപ്പൂക്കളെയും അമ്മ ഒരു മടിയും കൂടാതെ ഒരുപോലെയാണ് സ്വീകരിച്ചത്. ഇവിടെ അമ്മയുടെ സ്നേഹവും കാരുണ്യവും നന്ദിയും ലോകം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഐക്യരാഷ്ട്ര സംഘടന അമ്മയെ വിളിച്ചു വരുത്തിയതും അമ്മയുടെ പ്രസംഗം ലോക നേതാക്കന്മാർ സാഗൂതം കേട്ടിരുന്നതും ഹർഷാരവത്തോടെ അമ്മ മലയാളത്തിൽ നടത്തിയ പ്രസംഗത്തെ എണീറ്റ് നിന്ന് കൈയടിച്ച് സ്വീകരിച്ചത്. ഇങ്ങനെ ഒരാൾ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നു എങ്കിൽ തീർച്ചയായും ദൈവത്തിന്റെ വരദാനം നമുക്ക് ലഭിച്ചതുകൊണ്ടാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.